ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പം ഞാനിന്നൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. വേറൊന്നുമില്ല, മട്ടൻ പുലാവ് ഉണ്ടാക്കാനാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ 2 പീസ് ഞാൻ റെഡിയാക്കാൻ പോവുകയാണ്. മട്ടൻ്റെ കുറുക്കിൻ്റെ ഭാഗമാണ്. അപ്പം അതിന് ഞാൻ ചെറുതായിട്ടൊന്ന് വെട്ടി കഴുകി വൃത്തിയാക്കി ഒന്ന് അടുപ്പിലോട്ട് വയ്ക്കാം. നല്ല വൃത്തിയായി കഴുകി വെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കിങ്ങിലോട്ട് പോവാം. നമ്മൾ നേരെ അടുപ്പിലോട്ട് കയറ്റുക. നല്ലോണം ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് അതിലോട്ട് കുറച്ച് അറബി മസാല, കുറച്ച് മഞ്ഞ, ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഉള്ളി, തക്കാളി, പിന്നെ ക്യാപ്സിക്കം, ഇഞ്ചി, വെളുത്തുള്ളി, ഉണക്കനാരങ്ങ, തക്കാളി, ഏലക്ക, ഗ്രാമ്പ് ഇതെല്ലാം കൂടെ അതിൽ കൂടെ ഇട്ട് നമുക്ക് വേവിച്ചെടുക്കണം കേട്ടോ. ഇത് വേവിച്ച് പുഴുങ്ങിയതിന് ശേഷം നമുക്ക് ഓവനിൽ വെച്ച് ചോപ്പിച്ചെടുക്കാനാണ് മട്ടൻ. ചോറ് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. മസാല ഒക്കെ ഇട്ടു. ഇനി ഒരു 3/4 മണിക്കൂർ നല്ലോണം വേവണം. അപ്പോൾ നല്ല വൃത്തി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് റെഡിയാക്കാനുള്ള തയ്യാറെടുപ്പ് വയ്ക്കണം. ഇതിപ്പോൾ നമുക്ക് മട്ടനെ ഒന്ന് 3/4 മണിക്കൂർ വേവിച്ചതിന് ശേഷം നമുക്ക് ഓവനിൽ വയ്ക്കാനാണ് കേട്ടോ. ഇനി നമുക്ക് ചോറ് വയ്ക്കാം. അതിലേക്ക് എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ ഇഞ്ചി, വെളുത്തുള്ളി, ക്യാപ്സിക്കം, പട്ട, ഗ്രാമ്പ്, വെളുത്തുള്ളി, പിന്നെ കുറച്ച് പച്ചക്കറി, ബീൻസ്, കുറച്ച് ക്യാരറ്റ്, കോളിഫ്ലവർ, പിന്നെ അരി കഴുകി വെച്ചിട്ടുണ്ട്. ഒരു പാട്ട് അരി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് നേരത്തെ ചെമ്പ് വയ്ക്കുക, അതിൽ കുറച്ച് ഓയിൽ ഒഴിക്കുക. എന്നിട്ട് അതിൽ നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. ഏലക്ക എല്ലാം ഉണ്ടായിരുന്നു. ഇത്തിരി വാടിയതിന് ശേഷം നമുക്ക് പച്ചക്കറി ഇട്ട് കൊടുക്കാം. നല്ല വാടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ നമുക്ക് പച്ചക്കറി ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഞാൻ ഒരു വെജിറ്റബിൾ മാഗി ഇടുന്നുണ്ട് കേട്ടോ. വെജിറ്റബിൾ മാഗി. പിന്നെ പാകത്തിന് ഉപ്പ്. ഞാൻ എത്ര അരി എടുത്തിട്ടുണ്ടോ അതിൻ്റെ ഡബിൾ വെള്ളം ഞാൻ അളന്ന് ഒഴിക്കുന്നുണ്ട്. ചോറ് വയ്ക്കാനാണ് കേട്ടോ, വെജിറ്റബിൾ പുലാവ്. വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി കഴുകി വെച്ച അരി അതിൽ വിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഈ വെള്ളത്തിൽ തന്നെ അരി നല്ലോണം വറ്റി ദമ്മിട്ടെടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഇനി അടുത്ത് മട്ടനെ വെന്തതിന് ശേഷം നമുക്ക് പുറത്തെടുത്ത് ഓവനിൽ വെച്ച് ചോപ്പിച്ചെടുക്കണം. ചോപ്പിക്കാൻ വേണ്ടി നമുക്ക് അതിൻ്റെ കുറച്ച് മട്ടൻ പുഴുങ്ങിയ വെള്ളവും അതിൻ്റെ കൂടെ കുറച്ച് പപ്പരിക്കയും ടൊമാറ്റോ പേസ്റ്റും എല്ലാം കൂടെ ചോപ്പിച്ചെടുക്കാനാണ് കേട്ടോ, സോസായിട്ട്. അത് മീതെ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഓവനിൽ വെച്ച് ചോപ്പിച്ചെടുക്കാനാണ് കേട്ടോ. സാധാരണ നമുക്ക് ഈ പുഴുങ്ങിയ വെള്ളത്തിൽ തന്നെ ചോറ് വെച്ചെടുക്കാം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇറച്ചി പുറത്തെടുത്ത് ഒന്ന് ഷവായി മോഡലിൽ ചോപ്പിച്ചെടുക്കും. ഞാൻ ഓവനിലോട്ട് വയ്ക്കാൻ കേട്ടോ. ഒരു 20 മിനിറ്റ് ഓവനിൽ വെച്ച് കഴിഞ്ഞാൽ ചോറ് കിട്ടും. അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ വെള്ളത്തിൽ തന്നെ ഇരുന്ന് ചെറുതായിട്ടൊന്ന് വറ്റി തമ്മിട്ട് എടുക്കാം. അപ്പോൾ അതോ വെള്ളങ്ങളൊക്കെ വറ്റി ചോറായി. ഇനി അതിലോട്ട് കുറച്ച് ആട് പുഴുങ്ങിയ സോസിനെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മട്ടൻ്റെ സോസാണ് കേട്ടോ. കുറച്ച് ഒഴിച്ചു കൊടുക്കാം ടേസ്റ്റിന്. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൽ നമുക്കൊരു 10 മിനിറ്റ് ചെറിയ തീയിലൊന്ന് അലുമിനിയം ഫോയിലൊന്ന് ദമ്മിടാം. ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് ഓവനിൽ വെച്ച മട്ടനെ പുറത്തെടുക്കുക. ഇനി നമുക്ക് ചോറും മട്ടനായിട്ട് നമുക്ക് സെറ്റ് ചെയ്യുക പാത്രത്തിൽ. മട്ടൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പുലാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഓവനിൽ വെച്ച മട്ടനെ പുറത്തെടുക്കാം. ഇനി നമുക്ക് ചോറും മട്ടനായിട്ട് നമുക്ക് സെറ്റ് ചെയ്യുക പാത്രത്തിൽ. മട്ടൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പുലാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഓവനിൽ വെച്ച മട്ടനെ പുറത്തെടുക്കാം.
ഇന്നത്തെ സ്പെഷ്യലാണ് കേട്ടോ, നമ്മുടെ കഫീനുള്ള സ്പെഷ്യലാണ് മട്ടൻ പുലാവ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ സ്പെഷ്യലാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലാണ് മട്ടൻ പുലാവ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.